ഇപ്പം നമ്മളെ ഇത്തരം കേസുകൾ സമൂഹത്തിൽ ഇത് പണ്ടുണ്ട്. ഈ കുട്ടികളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് പണ്ടുണ്ട്. അത് കുടുംബത്തിനകത്തുണ്ട്, നമ്മുടെ പൊതു ഇടങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ആരാധന കേന്ദ്രങ്ങളിലുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് കുട്ടികൾക്ക് അറിയാം. അത് സ്കൂളിൽ നിന്ന് അറിയാം, അല്ലെങ്കിൽ കുട്ടികൾ ഈ ബാലസഭകളിലും ബാലസംഘങ്ങളിലൊക്കെ പോകുന്ന കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവർ വിജയമോഹൻ പറഞ്ഞതുപോലെ അവരിതിനെക്കുറിച്ച് നല്ല ബോധവായിട്ടാണ് ഇവർ. ഇത് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? അതായത് ഒന്ന്, അത്യാവശ്യം മാനസിക പ്രശ്നമുള്ളവർ തന്നെയാണ് ഈ കേസുകളിൽ വരുന്ന പല പ്രതികളും. പ്രത്യേകിച്ചും പ്രായമുള്ള നിരവധി പേര് ഈ കേസുകളിൽ പ്രതിയാണ്ട് 80 വയസ്സും 90 വയസ്സൊക്കെ ഉള്ള ആളുകളാവുന്നുണ്ട്. അതും സ്വന്തം വീട്ടിലുള്ള കൊച്ചുമക്കളെ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളാണ് ഇവർ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നത്. അപ്പം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ മുക്തമാക്കാൻ എന്താണ് ഒരു മാർഗം? അതിൽ റഷീദ് ചോദിച്ച വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ഞാനിതിന് വലിയ എക്സ്പേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുക. വീട്ടുകാർ അതിനേക്കാൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ മുഖത്ത് വരുന്ന മാറ്റം, കുട്ടികളുടെ ചലനം, കുട്ടികളുടെ സൈലൻസ്, കുട്ടികളുടെ മെൻ്റൽ സ്ഥിതി, ഇത് നമ്മൾ റാപ്പിഡായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ പീഡകരാരെന്ന് നമുക്കറിഞ്ഞുകൂടാ, അവരെ തടയാനും പറ്റില്ല. ഏത് സൈഡിൽ കൂടെ വേണമെന്ന് നമുക്ക് പറയാനില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഒരു നോ എന്നൊരു വാക്ക് പറയാൻ ഉള്ള ആർജവം നമ്മുടെ കുട്ടികൾക്കൊണ്ട് അത് പറയണം. അങ്ങനെ ഒരു നോ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഏവനായാലും പിന്നെ അവൻ വരില്ല. നോ, പറ്റില്ല. എൻ്റെ പ്രൈവറ്റ് പാർട്സിലും എൻ്റെ ബോഡിയും ടച്ച് ചെയ്യാൻ അധികാരമുള്ള ആർക്കാണ് അവർക്ക് മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു നോ എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് വരുന്ന വലിയൊരു യെസ് ആയിരിക്കും. കുട്ടിക്കുള്ള കെയർ, നമ്മൾ കൊടുക്കുന്ന കെയർ തന്നെയാണ് ഏറ്റവും വലിയ കൗൺസിലിംഗ്. ഞാൻ ഇൻക്ലൂഡിങ് മീ, എന്നെ ഉദ്ദേശിച്ചും റഷീദ് ഉദ്ദേശിച്ചും ഞാൻ പറയാം, നമ്മൾ കൊടുക്കുന്ന കെയറാണ് ഏറ്റവും നല്ല കൗൺസിലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിൻ്റെ ഒരു എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഞാനിപ്പോൾ ഒരു 5 കൊല്ലത്തിനിടയിൽ 1000-ഓളം കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മേഖലയിലുള്ള 1000 കുട്ടികൾ, ഒരു 800-ഓളം കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇത് തന്നെയാണ് നമ്മൾ വീട്ടുകാർ കൊടുക്കുന്ന കൗൺസിലിംഗ് തന്നെയാണ്. ഇപ്പോൾ വീട്ടുകാർക്ക് അതിനുള്ള സമയമില്ലെങ്കിൽ വെളിയിൽ കൊടുത്ത് കൗൺസിലിംഗ് കൊടുക്കുക. അല്ലെങ്കിൽ കൗൺസിലിംഗ് പലരും പല രീതിയിലാണ് കൗൺസിൽ ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് എ റൈറ്റ് വൺ ഓർ റോങ് വൺ വി കനോട്ട് സേ. അതൊരു കറക്റ്റായിട്ട് ഒരു സംഭവം ചെയ്യണമെന്നില്ല. ആണുങ്ങൾ വിക്റ്റിമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പ്രതികാരഭാവം അവരുടെ ഇടയിൽ എല്ലാവർക്കും ഇല്ല. ആൺകുട്ടികളല്ല, പെൺകുട്ടികൾക്കും ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്. നല്ലത്, സാധ്യതകൾ കുറച്ച് കൂടുതലാണ്.